ഹായ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിച്ചതൊക്കെ ശരിയാകാതെ പോയി എന്ന് തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ പരാതികളും പ്രശ്നങ്ങളുമൊക്കെ യൂണിവേഴ്സ് കേൾക്കുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. പൂർണ്ണമായും ഈ വീഡിയോ മുഴുവനായി കാണുക. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഒരു അതിമനോഹരമായ യൂണിവേഴ്സൽ ട്രൂത്ത്, ദാറ്റ് ഈസ് പ്രപഞ്ച സത്യത്തെക്കുറിച്ചാണ്. ഇങ്ങനെ ചോദിച്ചാൽ യൂണിവേഴ്സ് ഒരിക്കലും നോ പറയില്ല, ഇല്ല എന്ന് പറയില്ല, എനിക്ക് ഉറപ്പാണ്. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിയേക്കും. നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ട് അത് യാഥാർത്ഥ്യമായിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടാകും. നിങ്ങൾ ചോദിച്ചത് ശരിയായ രീതിയിൽ ആയിരിക്കില്ല. ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവെക്കാനിരിക്കുന്ന ഒരു പ്രപഞ്ച രഹസ്യം ശ്രദ്ധയോടെ, ക്ഷമയോടെ കേൾക്കുക. യൂണിവേഴ്സ് നമ്മുടെ വൈബ്രേഷൻസ്, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഫീലിങ്സ് എല്ലാം കേൾക്കുന്നു. വാക്കുകൾ മാത്രമല്ല, നമുക്ക് എന്തും ചോദിക്കാം യൂണിവേഴ്സിനോട്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യമുണ്ടാകും, ഞാൻ ചോദിച്ചിട്ട് എൻ്റെ ആഗ്രഹങ്ങൾ എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന്. അതിനുള്ള ഉത്തരം ഞാൻ പറയാം. നമ്മൾ ചോദിച്ച രീതി മാച്ച് ആവണം. യൂണിവേഴ്സിൻ്റെ ഭാഷയുമായി മാച്ചാകുന്ന രീതിയിൽ മാത്രമേ നമുക്ക് ചോദ്യം ചോദിക്കാൻ പാടുള്ളൂ. നമ്മൾ ഒരിക്കലും നെഗറ്റീവ് മോഡിലല്ല ചോദിക്കേണ്ടത്, മറിച്ച് അബൻഡൻസ് മോഡിലാണ്, പോസിറ്റീവ് എനർജിയിലാണ് ചോദിക്കേണ്ടത്. ഒരു ഉദാഹരണം പറയാം. എനിക്ക് പണമില്ല, ദയവായി തരൂ യൂണിവേഴ്സ്. അങ്ങനെ ഒരിക്കലും ചോദിക്കാൻ പാടില്ല. മറിച്ച് എങ്ങനെയാണ് ചോദിക്കേണ്ടത്? എനിക്ക് എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ട പണം എളുപ്പത്തിൽ ലഭിക്കുന്നു, നന്ദി. ഇങ്ങനെയാണ് ചോദിക്കേണ്ടത്. ഇങ്ങനെ ചോദിച്ചാൽ യൂണിവേഴ്സിന് ഒരിക്കലും ഇല്ല എന്ന് പറയാനാകില്ല. അടുത്തതായി ഞാൻ പറയുന്നത്, യൂണിവേഴ്സിന് നിങ്ങളെ സഹായിക്കാൻ നിർബന്ധിതനാകണമെങ്കിൽ ചോദിച്ച രീതിക്ക് 3 സ്വഭാവങ്ങൾ വേണം. ഒന്നാമതായി ക്ലാരിറ്റി. ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ നിനക്ക് ശരിക്കും എന്താണ് വേണമെന്ന് വ്യക്തത വേണം. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ള ഒരു വ്യക്തത നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. രണ്ടാമതായി കോൺഫിഡൻസ്. നിങ്ങൾക്ക് അതിനുള്ള യോഗ്യത ഉണ്ട് എന്നുള്ള വിശ്വാസം, അതും നമുക്ക് വേണം. മൂന്നാമതായി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ആണ്. എന്താണത്? ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി വേണം. എന്തു കിട്ടിയാലും അതിനെ നന്ദിയോടെ സ്വീകരിക്കുന്ന ഒരു മനസ്സ് നമുക്ക് വേണം. ഈ 3 സ്വഭാവ രീതികളോടെ ചോദിക്കണം. എന്നാൽ നമ്മുടെ ആഗ്രഹങ്ങൾ ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് നടക്കും. ഓക്കെ? അതുപോലെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഞാൻ സന്തോഷം അനുഭവിക്കുന്നു, കാരണം എൻ്റെ ജീവിതത്തിൽ സ്നേഹത്തിനും സമ്പത്തിനും ക്ഷാമമില്ല. ഇങ്ങനെ ചോദിച്ചാൽ യൂണിവേഴ്സ് ഒരിക്കലും ഇതിന് നോ പറയില്ല. ഒരാൾ ഒരു കാര്യം 2 രീതിയിൽ യൂണിവേഴ്സിനോട് ചോദിക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. ഒന്നാമത്, ശ്രദ്ധിച്ചു കേൾക്കണേ. എൻ്റെ ജീവിതത്തിൽ ഇത്ര ബുദ്ധിമുട്ടാകാൻ യൂണിവേഴ്സ് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ചോദിക്കുന്നു. അത് തെറ്റായ രീതിയാണ്. അങ്ങനെ ഒരിക്കലും നമ്മൾ യൂണിവേഴ്സിനോട് ചോദിക്കരുത്. അവിടെ എന്തു സംഭവിച്ചു? നോ അലൈൻമെന്റ്. അതെന്ന് വെച്ചാൽ, അലൈൻമെന്റ് എന്ന് വെച്ചാൽ നമ്മൾ യൂണിവേഴ്സുമായിട്ടൊരു കണക്ഷൻ ഇല്ലാണ്ടാവുന്നു. അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മളിപ്പോൾ ചിലപ്പോൾ നമുക്കൊരു വിഷമങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പറയും എൻ്റെ ഒരു വിധി. അങ്ങനെയൊന്നും നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. അതൊക്കെ യൂണിവേഴ്സുമായിട്ടൊരു കണക്ഷൻ ഇല്ലാണ്ടാക്കും നമ്മളെ. അതേസമയം നമ്മൾ എങ്ങനെയാണ് പറയേണ്ടത്? അതേ ആൾ തന്നെ ഇങ്ങനെ പറയണം. രണ്ടാമത്തെ രീതി എന്താന്ന് വെച്ചാൽ, എനിക്ക് സംതൃപ്തിയും ഐശ്വര്യവുമുള്ള ജീവിതം അനുഭവപ്പെടുന്നതിന് നന്ദി യൂണിവേഴ്സ്. എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും വാരിക്കോരി തരുന്നു, നന്ദി മഹാപ്രപഞ്ചമേ. ഇങ്ങനെ പറഞ്ഞാൽ അവിടെ യൂണിവേഴ്സുമായിട്ടുള്ള ഒരു അലൈൻമെന്റ് പെർഫെക്റ്റ് ആണ്. അതായത് യൂണിവേഴ്സൽ കണക്ഷൻ പെർഫെക്റ്റ്.
അലൈൻമെന്റ് പെർഫെക്റ്റ് ആയാൽ യൂണിവേഴ്സ് ഒരിക്കലും നോ പറയാൻ കഴിയില്ല. എല്ലാ ആഗ്രഹങ്ങളും വേഗം നമുക്ക് സാധിച്ചു തരും. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ പറയാം. യൂണിവേഴ്സിനോട് ഒരിക്കലും നമ്മൾ യാചിക്കരുത്. പകരം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് എല്ലാം ഉള്ളതായുള്ള സങ്കല്പത്തിൽ നമ്മൾ ചോദിക്കുമ്പോൾ ഭയമില്ലാതെ, വിശ്വാസത്തോടെ, സ്നേഹത്തോടെ ചോദിക്കുമ്പോൾ യൂണിവേഴ്സിന് ഒരിക്കലും നമ്മുടെ ആഗ്രഹങ്ങൾ നിരാകരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് നമുക്ക് യൂണിവേഴ്സിനോട് നമ്മുടെ ആഗ്രഹങ്ങൾ എങ്ങനെ നമുക്ക് പറയാമെന്നുള്ളത്, ഇല്ലേ? നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജീവിതത്തിൽ മാറ്റങ്ങൾ ഈ വീഡിയോ വഴി കൊണ്ടുവരും, എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ഈ പറയുന്ന വാക്കുകൾ അതേപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ യൂണിവേഴ്സിനോട് ഈ രീതിയിൽ പറഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഈസി ആയിട്ട് നടക്കും. ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്തെങ്കിൽ എൻ്റെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കമൻറ്റ് ചെയ്യുക. എന്താണ് നിങ്ങൾ എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യേണ്ടത്? എനിക്ക് ഈ നിമിഷം വരെ അനുഗ്രഹിച്ച സർവ്വ സൗഭാഗ്യങ്ങൾക്കും നന്ദി യൂണിവേഴ്സിന്. ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണിത്. നമ്മുടെ ഈ ജീവിതത്തിൽ നമുക്ക് ഈ നിമിഷം വരെ അനുഗ്രഹിച്ച അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി പറയുമ്പോൾ ഇനിയുള്ള അനുഗ്രഹങ്ങൾ നമ്മൾക്ക് വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയൊന്ന് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. താങ്ക് യു യൂണിവേഴ്സ്. ഇനി മുതൽ നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിക്കുമ്പോൾ ഇങ്ങനെ ചോദിക്കണേ, ചിന്തിച്ചുകൊണ്ട് ചോദിക്കുക. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും പ്രപഞ്ചശക്തിയിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ ലഭിച്ച് എല്ലാവരുടെയും ജീവിതം സക്സസ്ഫുൾ ആയതിന് പ്രപഞ്ചശക്തിക്ക് ഞാൻ നന്ദി പറയുന്നു. നന്ദി മഹാപ്രപഞ്ചമേ. ഞാൻ ലൈഫ് കോച്ച് വിബി അരുൺ. എൻ്റെ ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുള്ളവർ ഒരു ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ജോയിൻ ചെയ്യുക. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു സോ മച്ച്.